ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നേറ്റ് ഒരു കപ്പ് വെള്ളം കുടിച്ചതാ കേട്ടോ. വെള്ളവും അല്ലെങ്കിൽ ചായ ഇങ്ങനെ കുടിക്കും. അപ്പം രാവിലെ ഒന്ന് നന്നായിട്ട് നേരം വൈകി കേട്ടോ. നേരം വൈകിട്ട് 8 മണി കഴിഞ്ഞ്. അപ്പം പിന്നെ ചായ പിന്നെയും വെക്കണമല്ലോ. അതുകൊണ്ട് പിന്നെ ചായ കുടിച്ചില്ല, വെള്ളം കുടിച്ച്. ഒന്നില്ലെങ്കിൽ ചായ കുടിക്കും, ഒന്നില്ലെങ്കിൽ വെള്ളം കുടിക്കും. പിന്നെ മിറ്റം അടിക്കാനാണ് ഇത് ഇറങ്ങി കേട്ടോ. ഇത് നമ്മളെ വീടിൻ്റെ പുറകുവശമാണ് കേട്ടോ. അലക്കുന്ന കല്ലെല്ലാം കണ്ടില്ലേ, വീടിൻ്റെ പുറകുവശം. ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിരുന്നാൽ, ഇപ്പോൾ കടുവയുണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടില്ലേ. എന്തെങ്കിലും വന്നിരുന്നാൽ പോലും നമ്മൾ കാണൂല അങ്ങോട്ടൊക്കെ. പിന്നെ മിറ്റം എല്ലാം അടിച്ചു വാരി. പിന്നെന്തൊക്കെ തലേദിവസം തലേദിവസം കുഞ്ഞാവൻ്റെ ടർക്കിയും കാര്യങ്ങളൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ച കഴിഞ്ഞ് അലക്കുന്ന ഒന്നും ഉണങ്ങൂല. അപ്പം ഞാൻ എന്താക്കി, അത് രാവിലെ എഴുന്നേറ്റ് മിറ്റമൊക്കെ അടിച്ചു വാരി കഴിഞ്ഞാൽ ടർക്കിയെല്ലാം തലേദിവസം ഉണങ്ങിയില്ലെങ്കിൽ അതൊക്കെ ഒന്ന് വിരിച്ചിടും ആദ്യം. അത് കഴിഞ്ഞ് പോയിട്ട് വേഗം എന്താക്കി, തീ കത്തിച്ച്. തീ ആണെങ്കിൽ കത്തണമില്ല. തലേദിവസം അമ്മുവിന് വെള്ളം വെക്കും കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ തീ അങ്ങ് കെടും കേട്ടോ. പിന്നെ രാവിലെ കത്തിക്കാൻ ഭയങ്കര പാടാണ്, തീ കത്തുമില്ല. തീയും കത്തിച്ചങ്ങനെ വലിയ വിറകും വെച്ച്. പിന്നെ ചെറുപയറുണ്ടായിരുന്നു ഞങ്ങൾക്ക് പുഴുങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനും അമ്മവും മാത്രമേ ഉള്ളൂ. സുജീഷേട്ടനാണെങ്കിൽ 4 മണിയൊക്കെ ആകുമ്പം 4 മണിക്കല്ല, ഒരു 4:30 ആകുമ്പോൾ, 4 മണിക്ക് എഴുന്നേൽക്കും. 4:30 ആകുമ്പോഴത്തേക്കും സുജീഷേട്ടൻ പോകും. പിന്നെ ഞാനും അമ്മവും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു, അതും പുഴുങ്ങാൻ വേണ്ടി വെച്ച്. പിന്നെ നല്ല മടിയുള്ള പണിയെടുത്തിട്ടോ. മുട്ട ഞാൻ എന്താക്കി, ചെറുപയറിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കോപ്പയിൽ ഇങ്ങനെ ഇറക്കി വെച്ച് അതും വേവിച്ച് കുറച്ചൊരു ഉപ്പ് ഇട്ട് മുട്ട നന്നായിട്ട് കഴുകി ആ വെള്ളത്തിലിട്ട് വേവിച്ചെടുത്ത്. ഞാൻ വിചാരിച്ചതിങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകുമോയെന്നൊക്കെ വിചാരിച്ചിട്ട്. ഞാൻ ആദ്യമായിട്ട് ഈ പണി ചെയ്യുന്നത് കേട്ടോ. നമ്മളിവിടെ വരുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നില്ലേ, ആ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യും. പെട്ടെന്ന് കുക്കറിലൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മുട്ട വേവിക്കണമെങ്കിലൊക്കെ ഒരു പാത്രത്തിലിട്ടിട്ട് അങ്ങനെ വെക്കും. അപ്പോൾ ഒന്നും ആയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ വേവിച്ചത്, പക്ഷെ അങ്ങനെ നല്ല ഇതിൽ കിട്ടി. എന്നിട്ട് പിന്നെ എന്താക്കി, ദോശ ഉണ്ടാക്കി. ഈ ദോശ വെറും പച്ചരി അരച്ചിട്ട് രാത്രി വെള്ളത്തിലിട്ട് നേരം വെളുക്കുമ്പോൾ വെറുതെ പച്ചരി മാത്രം, ഉഴുന്നോ അതിൽ പിന്നെ വേറെ തേങ്ങയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ വെറുതെ പച്ചരി അരച്ച് ഇട്ട് ദോശ ഇട്ട്, നീർദോശ എന്ന് പറയും, അതുണ്ടാക്കി കേട്ടോ. ഇട്ടേക്കും പിന്നെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അരി ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ വേഗം ഞാൻ അരിയും ഇട്ട് ഇപ്പുറത്ത് തന്നെ അടുപ്പിൽ തന്നെ ഞാൻ എന്താക്കി, ഓട്സ് കാച്ചാൻ വെച്ച് കേട്ടോ. വേഗം പണി തീർത്തിട്ടുണ്ടെങ്കിൽ അത്രയും ആയല്ലോ. അലക്കാനെല്ലാം ഉണ്ടായിരുന്നു, അത് കാരണം വേഗം പണി തീർക്കാമെന്ന് വിചാരിച്ചു. വേഗം എന്താക്കി, ഓട്സും കൂടി കാച്ചി കേട്ടോ. ചോറിന് അരി അടുപ്പത്തിട്ട് ഓട്സും കാച്ചി. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഇത് നിരന്ന് കിടക്കുന്നു കേട്ടോ, അതെല്ലാം കഴുകിയെടുത്ത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ എന്താക്കി, ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാത്രമെല്ലാം കഴുകിയെടുത്ത്. പിന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പളങ്ങ പറിച്ച്, അത് കറി വെക്കാൻ വേണ്ടിയിട്ട് കപ്പളങ്ങ തേങ്ങ അരച്ച് കറിയും വെച്ച്. പിന്നെ നല്ല പയറ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കർണാടകത്തിൽ നിന്ന് നല്ല പയറ്. ആ പയറ് തോരനും വെച്ച്. നല്ല അയിലത്തല ഉണ്ടായിരുന്നു, അയില വെട്ടി മേടിച്ചു കേട്ടോ. ഞാൻ അയിലത്തല പിന്നെ ഞാൻ ഇങ്ങനെ പൊരിച്ചിട്ടേ ഇല്ല അയിലത്തല. അപ്പോൾ ഈ അയിലത്തല പൊരിച്ച് നല്ല ടേസ്റ്റാന്ന് പറയും. ഞാനാണെങ്കിൽ അയില വെട്ടിയിട്ടുണ്ടെങ്കിൽ അയിലേൻ്റെ തലയെടുത്ത് കളയുക ചെയ്യുക. ഇത് നല്ല അയിലേൻ്റെ തല മാത്രം നല്ല പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റാന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ എന്താക്കി, അയില വെട്ടി മേടിക്കുമ്പോൾ അവർ നല്ല വൃത്തിക്ക് വെട്ടി തരുമല്ലോ, അങ്ങനെ മേടിച്ച്. പിന്നെ അതെന്താക്കി, വറുക്കാൻ വേണ്ടി പെരക്കും വെച്ച്. പിന്നെ അയില നല്ല മുളകിട്ട് കറിയും വെച്ചിട്ട് തോരനും വെച്ച്. പിന്നെ കപ്പളങ്ങ കറിയും വെച്ച്. ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.